ഒട്ടുമിക്ക പ്രമേഹ രോഗികളും മരുന്നുകൾക്കൊപ്പം ചോറ് കുറച്ചു, മധുരം പൂർണ്ണമായി ഒഴിവാക്കി, വ്യായാമത്തിനായി നടക്കാൻ പോകുന്നു തുടങ്ങി പലതരം ശ്രമങ്ങൾ നടത്തി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാനാകാത്തത് എന്നോർത്ത് വിഷമിക്കുന്നവരാണ്. മരുന്നുകൾ കൃത്യതയോടെ കഴിച്ചിട്ടും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ രോഗം മാറാത്തത്? ഓരോ തവണ കാണുമ്പോഴും ഡോക്ടർ ഗുളികകളുടെ എണ്ണം കൂട്ടുന്നു, ഇൻസുലിന്റെ ഡോസും കൂട്ടുന്നു, എന്നിട്ടും ഷുഗർ നോർമൽ ആവുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചേ മതിയാവൂ, മരുന്ന് കഴിച്ചിട്ടും ഷുഗർ കൺട്രോളിലാകുന്നില്ല. എന്റെ രോഗം മരുന്നുകൊണ്ടോ ജീവിതശൈലി ക്രമീകരണം കൊണ്ടോ മാറ്റാൻ പോയിട്ട് നിയന്ത്രിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് പ്രതീക്ഷ നശിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പ്രതീക്ഷ നശിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ രോഗത്തിന്റെ ആഴത്തിനനുസരിച്ചുള്ള സയന്റിഫിക് പ്രിസിഷൻ, ശാസ്ത്രീയമായ കൃത്യത, അറിവ് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം?